ഇപ്പോൾ മുൻ എസ് പി സക്രിയ ജോർജ് ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. സർ, ഈ കുട്ടിയുടെ പിതാവ് അവർ അങ്ങനെ ഒരു സംശയം ഉന്നയിക്കുന്നത് അത് കേവലം ഒരു സംശയം മാത്രമായി കാണാൻ കഴിയില്ല. കാരണം അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഡാൻ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഈ ജൊനാഥാൻ എന്ന സഹോദരനാണ് ആ രേഖാചിത്രം വരയ്ക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചത്. ആ രേഖാചിത്രത്തിന്റെ സാമ്യം അതാണ് നിർണായകമായത് പ്രതികളെ കണ്ടെത്തുന്നതിൽ. അപ്പോഴും ADGP പറയുകയാണ് ജോനാഥാൻ കണ്ടതെല്ലാം ജോനാഥാന്റെ തോന്നലായിരിക്കാം എന്നുള്ളത്. ഈ പിതാവിന്റെ ആരോപണം അതിൽ ചില കാര്യങ്ങളില്ലേ, അതിനെ മുഖവിലേക്ക് എടുക്കേണ്ടതല്ലേ? ഹലോ ഹലോ സക്കറിയ ജോർജ്, താങ്കൾ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, കേട്ടിരുന്നോ ഈ അബിഗേലിന്റെ പിതാവ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ? അല്ല, അന്ന് ഈ കാര്യങ്ങളിൽ കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. കൊല്ലത്ത് ആ കുട്ടിയെ കൊണ്ട് വിട്ടല്ലോ. അപ്പൊ അതിനകത്തൊരു പോലീസിന്റെ വകയായിട്ടുള്ള ഒരു കോൺസ്പിറസി നമുക്ക് സംശയിക്കാം. കാര്യം ഇത്രയും തിക്കായിട്ട് പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ട് വിടുമോ? അപ്പൊ തീർച്ചയായിട്ടും അതിനകത്തൊരു കളവുണ്ടെന്നുള്ള കാര്യം അറിയാം. അത് പോലീസ് ബുദ്ധിയാണ്. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് ആ കുട്ടി കൺഫൈൻമെന്റ് ആണെങ്കിൽ കൂടുതൽ വിവാദമാകും. അപ്പൊ അത് ഗവൺമെന്റിന് ക്ഷീണമാണ്. അപ്പൊ ഇവരുടെ ADGPമാര് കഴിഞ്ഞ കുറെ കാലഘട്ടമായി ADGPയും DGPയും ആയിട്ട് വരുന്നവര് പിന്നെ അവരുടെ വ്യക്തിത്വം നോക്കിയല്ല, അവരുടെ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ടുള്ള വിധേയത്വം നോക്കിയാണ്. അവരുടെ വിധേയത്വമാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ. അപ്പൊ തീർച്ചയായിട്ടും ഈ ADGP ലോ ആൻഡ് ഓർഡർ ആയിട്ട് വരുന്നവര് എത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ് പോലീസ് ചീഫായിട്ട് വരുന്നവർ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇവിടെ നിയമനിർമ്മാണം ഒന്നുമല്ല ആവശ്യം. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടുന്നവരെ രക്ഷിക്കേണ്ട സമയത്ത് രക്ഷിക്കുക, അവർക്ക് വിരോധമുള്ളവരെ പിടിച്ച് ജയിലിലിടുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞു. ഇത് കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് പോലീസ് ഗ്രാജുവലായിട്ട് ഇങ്ങനെ നശിച്ച് ഈ അവസ്ഥയിലെത്തിയാണ്. അതിന് ഈ വന്ന സീനിയർ IPS ഉദ്യോഗസ്ഥന്മാർക്ക് പൊതുവെ എല്ലാവർക്കും വളരെ വിരലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ സത്യസന്ധമായിട്ട് കരിയർ തുടങ്ങി കരിയർ അവസാനിപ്പിച്ച്. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടല്ലോ, സുജിദാസ് ഒരു MLA അടുത്ത് ബെഗ്ഗിയുമാണ്. ഒരു യാചകൻ യാചിക്കുന്നതിനെക്കാട്ടിലും വളരെ മോശമായിട്ട് യാചിക്കുകയും അവസാനം പറയുന്നത് എന്താണ്? ഞാൻ ആയുഷ്കാലം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു, ഞാൻ അങ്ങയുടെ അടിമയായിട്ട് ശിഷ്ടകാലം ജീവിക്കാം, ഞാൻ അങ്ങക്ക് കടമപത്രം എഴുതി തരാം. ഇതൊക്കെയല്ലേ പറയുന്നത്. ഇതൊന്നും പഴയ കാലത്ത് അവിടെ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ ഇത്തരം പ്രവണതകൾ അത് കാലാകാലങ്ങളിൽ ഉണ്ടാവുന്നു എന്ന് പറയുന്നത്, പക്ഷെ ഇപ്പോൾ ഒരു MLAയുടെ വെളിപ്പെടുത്തലിൽ വേണ്ടി വന്നു. ഒരു ADGP പോലുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പലപ്പോഴും പ്രതികരിക്കുക പ്രയാസകരമാണ്. സാധാരണക്കാരൻ ഒട്ടും സാധിക്കില്ല, കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകർക്കും സാധിക്കില്ല, കീഴുദ്യോഗസ്ഥർ അവർ ഭയപ്പെടും ഉറപ്പായും. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലെങ്കിലും പുറത്തു വരുമ്പോൾ അത് പ്രതീക്ഷ നൽകുന്നതല്ലേ? മാത്രമല്ല, എന്താണ് ഇതിനുള്ളൊരു പോംവഴി? എങ്ങനെ ഇതില്ലാതാക്കാം? പ്രിയ രഞ്ജിത്ത്, എന്റെ നേരത്തെ ഉള്ള പല ഇന്റർവ്യൂവിന്റെ അകത്ത് നോക്കിയാല് ഈ രീതിയിലുള്ള ഇൻഡിക്കേഷൻ ഞാൻ തന്നു. ഈ പോലീസ് ഡീമോറലൈസ്ഡ് ആയി പോകുന്നു, പോലീസിനകത്തുള്ള അസഹനീയമായ ലാൻഡ് സ്ലൈഡ്, സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയ നേതൃത്വവും പോലീസ് നേതൃത്വവും കൂടെ ഇല്ലായ്മ ചെയ്യുന്നത്, അവരുടെ കരിയർ നശിപ്പിക്കുന്നത്, ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. കാര്യം രാഷ്ട്രീയക്കാർക്ക് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചും ഞാൻ ഇന്നലെ ഒരു ചർച്ചയിലും പറഞ്ഞായിരുന്നു, ഈ പോലീസിന്റെ അതായത് ആഭ്യന്തരം പോർട്ട്ഫോളിയോ എടുക്കുന്നത് തന്നെ മുഖ്യമന്ത്രിമാരും അല്ലെ മത്സരിച്ച് വേറെ പാർട്ടിയിലെ ശക്തരും ഒക്കെ എടുക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എടുക്കുന്നത് ഇവർക്കൊരു ഏതാണ്ട് ഒരു നാട്ടില് ഒരു പ്രമാണി കളിക്കാനും അത് കഴിഞ്ഞിട്ട് ഈ മാഫിയാവൽക്കരണത്തിനൊക്കെ പ്രോത്സാഹിപ്പിച്ച് പാർട്ടി ഫണ്ട് ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഈ നമുക്ക് നഴ്സറി കുട്ടികൾക്ക് പോലും അല്ലെങ്കിൽ ഒരു ന്യൂ ബോൺ ചൈൽഡിന് പോലും അറിയാം. പക്ഷെ ഇവരെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കുന്നു, അല്ലെ കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്ന പോലെ പാല് കുടിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് ഇവർ ഈ നാടിനെ നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി പോലീസിനെ ഉയർത്തുക എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് ടൈറ്റാനിക് കപ്പൽ വേണമെങ്കിൽ ഉയർത്താം. ഈ നശിച്ചുപോയ കേരള പോലീസിനെ സീനിയർ ഓഫീസർ IPSകാരെല്ലാം കൂടെ ചേർന്ന് നശിപ്പിച്ച ഈ ഫോഴ്സിനെ എങ്ങനെ ഉയർത്തുമെന്നുള്ള കാര്യം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. പിന്നെ സജഷൻ എന്താന്ന് ചോദിച്ചാല്, ഒരു സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിനെ ഈ പോലീസിനെ നിരന്തരം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയാൽ നല്ലതാണ്. കാരണം 2003
ജസ്റ്റിസ് മിസ്റ്റർ കെ ടി തോമസ് കമ്മീഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിയാണ്, പഴയ തലമുറയിലെ ഒരു ജഡ്ജാണ്. അതുപോലെ അന്ന് ടി എൻ ജയചന്ദ്രൻ സാറും പരേതനായ ഇദ്ദേഹം രാജഗോപാലൻ നായർ സാറും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു, ഫോമർ DGP. അവരെല്ലാം കൂടെ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടൊന്നും നടക്കുന്നില്ല. ഞാനൊരു വിവരാവകാശം വിട്ടു, അത് നടപ്പാക്കുന്നു എന്ന് റെക്കമെൻഡേഷൻ. അപ്പൊ ഇവർക്ക് രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമുള്ളത് നടപ്പാക്കും, ബാക്കി അവരെ തിരസ്കരിക്കും. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കണ്ട് ഇഷ്ടമുള്ളത് സ്വീകരിക്കും, ബാക്കി അവർ തിരസ്കരിക്കും. ഇപ്പൊ ഹേമയിലാണെങ്കിൽ കുറെ കൂടെ വേഴ്സ് ആയി, അവര് 4 വർഷം ചവിട്ടി പിടിച്ചു. അപ്പൊ ഇവർക്ക് എല്ലായിടത്തും അജണ്ടയാണ്. ഇവർക്ക് ഈ കിട്ടുന്ന കാലത്ത് സുഖിച്ച ജനങ്ങളുടെ ചെലവില് സുഭിക്ഷമായി ജീവിക്കുക, എന്നിട്ട് ഒരിടത്ത് ഇരുന്ന് പൊതുപ്രവർത്തനം പറയുന്നു, ഇവിടെ കുടുംബവാഴ്ച. അപ്പൊ ഞാൻ ഇത് തിരിച്ചൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നമുക്കറിയാം ഏറ്റവും കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്നു നമ്മുടെ EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിന്റെ മക്കളെ മന്ത്രിയോ മരുമക്കളെ മന്ത്രിയൊന്നും ആക്കിയില്ലല്ലോ. ഇപ്പോഴല്ലേ ഈ പ്രവണത വന്നത്. പിന്നെ അച്യുതമേനോൻ, അദ്ദേഹം മക്കൾ പോലും ഉണ്ടോന്ന് ആൾക്കാർക്ക് സംശയമുള്ള പോലായിരുന്നു അവരുടെ മക്കളുടെ ജീവിതം. നമുക്കത് മറ്റൊരു സമയം നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്നാലും വളരെ നന്ദി ശ്രീ സക്കറെ ജോർജ്. പ്രതികരിച്ചതിന് മുൻ SP ആണ് അദ്ദേഹം ഈ പോലീസിലെ സാഹചര്യങ്ങൾ അത് എത്രമാത്രം പുഴുക്കുത്തുകൾ നിറഞ്ഞതാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു. എന്നാലും വലിയൊരു പ്രതികരണമാണ് കേട്ടത്. പ്രത്യേകിച്ചും MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി കൊല്ലം മോയൂരിൽ നിന്നും കാണാതായ അബിഗേൽ സാറ റജിയുടെ പിതാവ് മകളെ തട്ടിക്കൊണ്ടുപോയ അജ്ഞാത സംഘത്തിൽ 4 പേരുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടും ഇക്കാര്യം മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. ഡാൻ കുര്യനാണ് ഈ